ഓരോ ബെഡ്റൂമിലും അതിന് ഓരോരോ പ്രത്യേകതകൾ പറയാം. നമ്മൾ ഏറ്റവും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബെഡ്റൂമുകളിലാണ്. ഈ ലൈറ്റ് പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അതേസമയം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ബൗൺസ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ലൈറ്റ് ഇട്ടാൽ പോലും ഈ റൂമിലേക്കുള്ള അത്യാവശ്യത്തിനുള്ള ഒരു ലൈറ്റ് ആവും. കുറച്ച് കൂടുതൽ വെട്ടം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിക്കാം. അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്പോട്ട് ലൈറ്റ് ആണ്, പക്ഷെ അത് ആ വാളിലേക്ക് ബൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കണ്ണിലേക്ക് വെട്ടമടിക്കുന്നത് മൂലമുള്ള ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് അതിനകത്ത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ഇവിടെയുള്ള സീലിങ്ങിലുള്ള ലൈറ്റ് ആണ്. അതും ഈ പറയുന്നത് പോലെ ആ LED കോവിനുള്ളിലായതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ലൈറ്റ് ആണ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ ബാത്റൂമുകളിൽ ചെയ്യുന്നത് വെന്റിലേഷൻ ആണ്. ഇത് ഫുൾ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 6 മണിയൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു ഫീൽ അതിനകത്ത്. ആ ലൈറ്റ് കംപ്ലീറ്റ് അതിനകത്ത് ഇറങ്ങി, സൺലൈറ്റ് കംപ്ലീറ്റ് അതിൽ ഇറങ്ങി നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന മനോഹരമായ മറ്റേ ഈ തോമസ് ആൽവ എഡിസൺ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചതുപോലെ രാവിലെ എണീച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീൽ അതിനകത്തുള്ളത്. അത് ശരിക്കും നിങ്ങൾ അനുഭവിച്ചറിയണം. തീർച്ചയായിട്ടും ആ ഫീൽ അനുഭവിച്ചറിയാം. അനുഭവിച്ചേ അറിയാൻ പറ്റും. ഇപ്പൊ ഈ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു GI ട്യൂബിൽ ഒരു തട്ട് കൊടുത്തിട്ടില്ലേ, ശരിക്കും ഇതിന്റെ ഡ്രസ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. ആ സൈഡിലായിട്ട് ഒരു വലിയ മിററൂടെ അതിന്റെ കൂടെ വരും. നിലവിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതും കൂടെ അതിന്റെ കൂടെ ഉള്ളതാണ്.